അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാനും ഡ്രൈവറും ഇന്നലെ പുതിയ വർക്ക്ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വർക്ക്ഷോപ്പിൽ എന്നിട്ട് രണ്ട് കസ്റ്റമേഴ്സൊക്കെ വന്നുട്ടാ. അവർ രണ്ടുപേര് ഔഡി കാറാണ് കൊണ്ടുവന്നത്. അതിലൊരെണ്ണം ഔഡിയുടെ സൂപ്പർ കാറ്, പിന്നുള്ളത് ഔഡിയുടെ ഏതൊരു കൂപ്പ ടൈപ്പ് വണ്ടിയാണ്. നമ്മൾ എന്നിട്ട് ആ രണ്ട് വണ്ടികൾ പെടയായിട്ട് മോഡിഫൈ ചെയ്തു. ആ വണ്ടിയുടെ ലുക്ക് അങ്ങ് മൊത്തത്തിൽ മാറ്റി. അവർ ആ വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഞെട്ടിപ്പോവും, അത് ഉറപ്പാ. അത് മാത്രമല്ല, നമുക്ക് ഇന്നലെ ഒരു കത്തി കരിഞ്ഞ ബുഗാട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ആരുടെ വണ്ടിയാണെന്ന് എനിക്കറിയില്ല. ആ വണ്ടി ഇപ്പോൾ ഏതായാലും ഞാൻ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നു. ഡ്രൈവർ ഇപ്പോൾ ആ വണ്ടി ശരിയാക്കുന്നുണ്ട്. ഇവിടെ പിന്നെ ഞാൻ ജസ്റ്റ് വീട് വരെ ഒന്ന് വന്നതാ. ഞാൻ ആലോചിച്ചത് ഷിൻചാനും പിൻചാനും കൊണ്ട് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ എന്ന്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായേ, രണ്ടിടത്തിനും ഇവിടെ കാണാനില്ല. അവർ എങ്ങോട്ടാണ് അവർ പോയേ? ഒരു മിനിറ്റ്, ഡ്രൈവർ നമ്മളെ വിളിക്കണ്ടല്ലോ. എടാ ഫ്രാങ്ക്ലിനെ, നീ എത്രയും പെട്ടെന്ന് വർക്ക്ഷോപ്പിലേക്ക് വരണം. ഇവിടെ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിറച്ച് ഗുണ്ടകൾ വന്നേക്കുക. ഇവരാരാണെന്നൊന്നും എനിക്കറിയില്ല. ഇവരിപ്പോ ഈ വർക്ക്ഷോപ്പ് കത്തിച്ച് കളയുന്ന പറയണേ. എടാ ഡ്രൈവറെ, നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ ദേ വരുന്നു. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമുക്ക് നൈസായിട്ട് പണി കിട്ടിയേക്കാണ് കേട്ടാ. ഡ്രൈവർ ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വർക്ക്ഷോപ്പിലെ ഗുണ്ടകൾ കയറിയെന്ന്. ആ ഗുണ്ടകൾ ആരാണെന്ന് എനിക്കറിയില്ല. അവരിപ്പോൾ ഏതായാലും നമ്മുടെ വർക്ക്ഷോപ്പിൽ കയറിയേക്കാ. അവർ നമ്മുടെ വർക്ക്ഷോപ്പ് കത്തിച്ചളയെന്നാ പറയണേ. നമുക്ക് എത്രയും പെട്ടെന്ന് വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഡ്രൈവറിൻ്റെ കയ്യിലാണെങ്കിൽ വെപ്പൺസ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ അവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയേനെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് എത്തിയേക്കാണ്. ഡ്രൈവർ പറഞ്ഞത് ശരിയാണ് കേട്ടാ. ഇവിടെ ഗുണ്ടകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പക്ഷെ അധികം ആൾക്കാരൊന്നും ഇല്ല. എന്നാലും ഇവരാരാ? എന്തിനിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കയറി വന്ന്? ഇവരുടെ കയ്യിൽ പിന്നെ ഗണ്ണൊക്കെ ഉണ്ട് കേട്ടാ. അവര് ഡ്രൈവറിനെ എയിം ചെയ്ത് നിൽക്കുക. എനിക്ക് തോന്നണത് ഇവന്മാർക്ക് എന്നെയും വേണ്ടി വരാ. അല്ലെങ്കിൽ അവരുടെ ഡ്രൈവറിനെ എപ്പോഴേ കൊന്നു കളഞ്ഞാന്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ പിസ്റ്റൾ എടുത്തിട്ട് എല്ലാത്തിനെയും അങ്ങ് തീർത്തളയാം. അല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാത്തിനെയും അങ്ങ് തീർത്തളഞ്ഞേക്കാണ്. ഒരുത്തൻ്റെ ഓടിപ്പോയി, അവൻ ആരാണാവോ? ഓക്കെ, ഇവിടെ ഇപ്പം എല്ലാവരും ഫിനിഷ് ആയി തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്, അവിടെ ഒരാൾ ജീവനോടെ ഉണ്ട്. അവൻ ഡ്രൈവറിനെ അറ്റാക്ക് ചെയ്തു. ഓക്കെ, ഇയാളും കൂടി ഞാൻ അങ്ങനെ തീർത്ത് കളഞ്ഞേക്കാം. ഡ്രൈവറിൻ്റെ മേത്ത് 2-3 ബുള്ളറ്റ് വീണുണ്ട്. ഡ്രൈവറിന് പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഡ്രൈവർ ഓക്കെയാ. ഏട്ടാ ഡ്രൈവറെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ ഫ്രാങ്ക്ലിനെ, എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇവര് ആരാണാവോ? വെറുതെ ആവശ്യമില്ലാണ്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ കയറി വന്ന് അറ്റാക്ക് ചെയ്തു. ഭാഗ്യമുണ്ട്, നീ കറക്റ്റ് ടൈമിലാ വന്ന്. എന്നാലും ഇവര് ആരാണാവോ? ഒരു മിനിറ്റ്, ഇവരുടെ ടീഷർട്ടുമ്പോ എന്തോ എഴുതിയിട്ടുണ്ട്. ആ, ഇപ്പം എനിക്ക് മനസ്സിലായി, ഇത് ലോസ്റ്റ് ഗ്യാങ്ങിന്റെ ആൾക്കാരാ. എന്നാലും ഇവര് എന്തിനാ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കയറി വന്ന്? നമുക്ക് ഇവരായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താണാവോ? അല്ലടാ ഡ്രൈവറെ, നമ്മുടെ കയ്യിൽ 2 ഔഡി കാറുകൾ ഉണ്ടായിരുന്നില്ലേ? അതെങ്ങോട്ടാ പോയേ? അതാ കസ്റ്റമേഴ്സ് വന്നിട്ട് മേടിച്ചോണ്ട് പോയി. അവർ നമുക്ക് $4 കോടി തന്നു. എന്തുട്ട് $4 കോടി? ശരിക്കും? ആ 2 വണ്ടി മോഡിഫൈ ചെയ്തേനാ? ആടെ ഫ്രാങ്ക്ലിനെ, അവർ നമുക്ക് $4 കോടി തന്നു. അവർക്ക് എന്താണാവോ ആ വണ്ടികൾ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് നമുക്ക് ഇത്രയും എമൗണ്ട് തന്ന്. നീ പിന്നെ ഇന്നലെ ഒരു പുഗാട്ടി കൊണ്ടുവന്നില്ലേ, ആ കത്തി കരിഞ്ഞത്? അതും ഞാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കി നോക്കിയേ. ആടെ ഡ്രൈവറെ, അത് ഞാൻ നോക്കാം. അതിനു മുൻപേ ഈ ഡെഡ് ബോഡീസ് ഇല്ലേ, ഒന്ന് ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇവിടേക്ക് കയറി വരില്ല. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന ഡെഡ് ബോഡീസ് ഒക്കെ എടുത്ത് മാറ്റിയേക്കാണ്. അല്ല, ഇതാരാ? അതൊരു കസ്റ്റമറാ. ഈ ഓറഞ്ച് കളർ വണ്ടിയില് അതൊന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാ. അത് ശരി. അല്ല ചേട്ടാ, ആ വണ്ടി എങ്ങനെ മോഡിഫൈ ചെയ്യണ്ടേ? അത് പിന്നെ മുന്നേ അവിടെ 2 ഔഡി കാറുകൾ വന്നില്ലേ, ആ വണ്ടികൾ എങ്ങനെയാ മോഡിഫൈ ചെയ്തേ അതേപോലെ അങ്ങ് മോഡിഫൈ ചെയ്തേക്ക്. ആണോ? അത് ഞാൻ സെറ്റാക്കാം. ഈ വണ്ടിയുടെ പാർട്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്ന് വിചാരിക്കണം. അതിനു മുൻപ് ആദ്യം നമുക്ക് ഈ ബുഗാട്ടി ഒന്ന് നോക്കി നോക്കാം. കഴിഞ്ഞ ഇവിടെ കണ്ടവർക്ക് മനസ്സിലായിണ്ടാവും, ഈ കാണുന്ന ബുഗാട്ടിയില്ലേ ആകെ കത്തിക്കരിഞ്ഞേക്കായിരുന്നു. ഡ്രൈവർ എന്നിട്ട് ഈ കാണുന്ന വണ്ടി ശരിയാക്കി. ഇതിന്റെ കളർ എനിക്ക് ഇഷ്ടമായില്ല ഏട്ടാ, ഒരു സിൽവർ കളർ കൊടുത്തേക്കണ്. ഏട്ടാ ഡ്രൈവറെ, നമുക്ക് ആ വണ്ടിയുടെ കളറൊന്നും മാറ്റിയാലോ? എന്ത് പറയണു? ഒരു ഗോൾഡൻ കളർ അടിക്കാം. ആടെ ഫ്രാങ്ക്ലിന്, അത് നല്ല ഐഡിയ. നമുക്ക് ഈ വണ്ടിക്ക് ഗോൾഡൻ കളർ അടിക്കാം. അപ്പൊ വണ്ടിക്ക് നല്ലൊരു ലുക്ക് ആവും. A few moments later. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഈ വണ്ടിയുടെ കളറൊക്കെ മാറ്റിയിട്ട് ഗോൾഡൻ കളർ അടിച്ചു. ഇപ്പോൾ ഈ വണ്ടി കാണാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കിനി മറ്റേ വണ്ടി കൂടി മോഡിഫൈ ചെയ്യണം കേട്ടാ. ആ കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എടാ ഡ്രൈവറെ, ഈ കാണുന്ന വണ്ടിയുടെ സ്പെയർ പാർട്സ് നമ്മുടെ കയ്യിൽ ഇരിക്കണ്ട. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ വണ്ടി മോഡിഫൈ ചെയ്യായിരുന്നു. ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ഈ വണ്ടിയുടെ സ്പെയർ പാർട്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും വിചാരിക്കണു. Meanwhile. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഈ കാണുന്ന വണ്ടി കൂടി മോഡിഫൈ ചെയ്തേക്കാണ് കേട്ടാ.
അടിയിൽ കണ്ടില്ലേ നിയോൺ ലൈറ്റ് ഒക്കെ വെച്ചു. വണ്ടിയുടെ കളറും മാറ്റി. ഈ വണ്ടിയുടെ എക്സോസ്റ്റ് കൂടി മാറ്റിയിട്ടാ. ഇത് കണ്ടില്ലേ പടക്കം പൊട്ടണ പോലെയാ. അല്ല ഇയാൾ എങ്ങോട്ടാ പോണേ? ചേട്ടാ അവിടെ നിൽക്ക്, എങ്ങോട്ടാ പോണ്? ഈ വണ്ടി എടുത്തോണ്ട് പോ. അല്ല ഇയാൾക്ക് എന്താ പറ്റിയേ? എനിക്ക് തോന്നണത് ഇയാൾ ഈ വണ്ടിയുടെ സൗണ്ടും കേട്ട് പേടിച്ചിണ്ടാവുന്നു. അതുകൊണ്ടാവും ഓടിപ്പോയിണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്തിനാ വണ്ടി മോഡിഫൈ ചെയ്യണേ? വണ്ടി മോഡിഫൈ ചെയ്യുമ്പോൾ എക്സോസ്റ്റ് ഒക്കെ മാറ്റും. ഇനിയിപ്പോൾ അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വണ്ടി വന്ന് എടുത്തോണ്ട് പൊക്കോളൂ. അതൊരിക്കും ഇവിടെ കിടന്നോട്ടെ. വണ്ടി ഇപ്പോൾ ഏതായാലും നൈസായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, സിമിയോൻ നമ്മളെ വിളിക്കണ്ടല്ലോ. എന്താ ഇപ്പോൾ ഈ നേരത്തെ വിളിക്കണേ? എടാ ഫ്രാങ്ക്ലിനെ, അതെ, നീ എത്രയും പെട്ടെന്ന് എന്റെ ഷോറൂമിലേക്ക് വാ. നിനക്ക് ഞാൻ ഒരു സാധനം തരാം. അതെന്തുട്ടാ? നീ എനിക്ക് ദൂരെ തരാൻ പോണേ? നീ ആദ്യം ഷോറൂമിലേക്ക് വാ, അന്നേരം ഞാൻ കാണിച്ചു തരാം. ആ ശരി, ഞാൻ ദേ വരുന്നു. എടാ ഡ്രൈവറെ, സിമിയോനാണ് വിളിച്ചേ. എന്തോ ഒരു സാധനം തരാനാന്ന്. എന്തുട്ടാണാവോ? ഞാനിപ്പോൾ ഏതായാലും ചെന്ന് നോക്കി നോക്കട്ടെ. സിമിയോന്റെ ഷോറൂം വരെ പോകാനായിട്ട് എനിക്കൊരു വണ്ടി വേണം. ഇവിടെ ഒരു വണ്ടി ഉണ്ട്. ഈ വണ്ടി വലിയ കുഴപ്പമില്ല. നമുക്ക് തൽക്കാലം ഈ വണ്ടി അടിച്ചു മാറ്റാം. ഓ, ഇത് ആ വണ്ടിയാണ് കേട്ടാ. നേരത്തെ ഒരു കസ്റ്റമർ വണ്ടി കൊണ്ടുവന്നില്ലേ, ആ സെയിം വണ്ടിയാ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഈ വണ്ടി കൊണ്ട് നേരെ സിമിയോന്റെ ഷോറൂമിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ സിമിയോന്റെ ഷോറൂമിലേക്ക് എത്തിയേക്കാണ്. ഇതെന്തത്? സിമിയോൻ കട അടച്ചിട്ടേക്കാണല്ലോ. എന്താണാവോ? അല്ല, സിമിയോൻ എവിടെയാ? ആ, സിമിയോൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു വണ്ടി ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ വണ്ടി തരാനാണോ എന്നെ വിളിപ്പിച്ചേ? എന്തുട്ടായാലും ചെന്ന് നോക്കി നോക്കാം. എടാ സിമിയോനെ, എന്താ വിളിപ്പിച്ചേ? എടാ ഫ്രാങ്ക്ലിനെ, അതെ, ഈ കാണുന്ന വണ്ടിയില്ലേ, അത് നീ അങ്ങ് കയ്യിൽ വെച്ചോ. എന്റെ വക ഒരു ഗിഫ്റ്റാ. ഗിഫ്റ്റാ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നീ എനിക്ക് ഫ്രീ ആയിട്ട് ഒന്നും തരാറില്ല. ഈ വണ്ടി ശരിക്കും എനിക്ക് ഫ്രീ ആയിട്ട് തരാണോ? ആടാ ഫ്രാങ്ക്ലിനെ, നിനക്ക് ഈ വണ്ടി ഫ്രീ ആയിട്ട് തരാ. നിനക്ക് എന്താടാ അതിന് വിശ്വാസമില്ലേ? അവിടെ വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ നീ എനിക്ക് ഇതുവരെയ്ക്കും ഫ്രീ ആയിട്ടൊന്നും തന്നിട്ടില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഈ വണ്ടി കാണാനായിട്ട് നൈസ് ഉണ്ട് കേട്ടാ, ഒരു രക്ഷയില്ല. പണ്ടത്തെ ഏതൊരു വിൻറ്റേജ് കാറാ. എന്നാ പിന്നെ സിമിയോണെ, ഞാൻ ഈ വണ്ടി അങ്ങ് എടുക്കാണ്. ശരിയപ്പോ. എന്നാലും സിമിയോൺ എന്താണാവോ പതിവില്ലാണ്ട് വണ്ടിയൊക്കെ ഫ്രീ ആയിട്ട് തരുന്നു. സാധാരണ സിമിയോൺ അങ്ങനെ തരാറില്ലേ, അതുകൊണ്ടാ. എന്തെങ്കിലും ആവട്ടെ, നമുക്കിപ്പോൾ ഏതായാലും ഫ്രീ ആയിട്ട് ഒരു വണ്ടി കിട്ടി. നമുക്ക് ഇതും കൊണ്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. എന്നിട്ട് ഇത് പെഡായിട്ട് മോഡിഫൈ ചെയ്യാം. ഈ വണ്ടിയുടെ പാർട്സ് ഇപ്പോൾ ഏതായാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇല്ലെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്കത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാം. അതിപ്പോൾ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഇതെന്താ പറ്റിയേ? നമ്മുടെ വണ്ടി നൈസായിട്ട് പൊട്ടിത്തെറിച്ചു. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചേ? വണ്ടിക്ക് വല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഭാഗ്യമുണ്ട്, എനിക്കൊന്നും സംഭവിച്ചില്ല. അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിനെ. ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ട. എനിക്ക് തോന്നണതേ സിമിയോൺ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടാവുന്നു. ഈ സിമിയോൺ ഇതുവരെയ്ക്കും എനിക്ക് ഫ്രീ ആയിട്ട് ഒരു സാധനം പോലും തന്നിട്ടില്ല. സിമിയോൺ മിക്കവാറും ഈ വണ്ടിയിൽ ബോംബ് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്നെ കൊല്ലാനുള്ള പരിപാടിയാവും. എന്നാലും സിമിയോൺ എന്തിനങ്ങനെ ചെയ്തേ? എനിക്ക് സിമിയോണായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താണാവോ? എന്തുട്ടായാലും ഞാൻ സിമിയോണെ വെറുതെ ഇടാൻ പോണില്ല, അതുറപ്പാ. ഇന്ന് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഓക്കെ, ഇവിടെ ഞാൻ സിമിയോന്റെ ഷോറൂമിലേക്ക് എത്തിയേക്കാണ്. എടാ സിമിയോണെ, നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഏട്ടാ. എന്തിനാടാ എന്നെ കൊല്ലാൻ നോക്കിയേ? എടാ ഫ്രാങ്ക്ലിനെ, അതെ, എന്നോട് ക്ഷമിക്കണം. എല്ലാം ആ ബെന്നി പറഞ്ഞിട്ടാ ഞാൻ ചെയ്തത്. നീ ഇന്നലെ ഒരു വർക്ക്ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയില്ലേ, അതിനുശേഷം ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ ഒരാൾ പോലും കയറണില്ല. എനിക്ക് അപ്പോഴേ തോന്നി, നീ ഇതുവരെയ്ക്കും എനിക്കൊരു സാധനം പോലും ഫ്രീ ആയിട്ട് തന്നിട്ടില്ലേ. ഇന്ന് എന്താണോ പതിവായിട്ട് ഫ്രീ ആയിട്ട് തന്നേ? നീ ആ വണ്ടിയിലപ്പോൾ ബോംബ് വെച്ചിട്ടുണ്ടല്ലേ? നീ എന്താ വിചാരിച്ചേ എന്നെ ഇങ്ങ് എളുപ്പത്തിൽ കൊല്ലാൻ പറ്റുന്ന? ഒരിക്കലും ഇല്ല. ഞാൻ എത്രയും പെട്ടെന്ന് ചാവില്ലടാ. ഒരു കാര്യം ചെയ്യാം, ഈ സിമിയോന്റെ ഷോറൂമില്ലേ മൊത്തത്തിൽ അങ്ങ് കത്തിച്ചളയാം. നിറച്ച് സ്റ്റിക്കി ബോംബ് ഇടാം. ഇനി സിമിയോടെ കച്ചവടം ചെയ്യണ്ട. ഓക്കെ, ഇവിടെ ഞാൻ ഷോറൂമിന് ചുറ്റും സ്റ്റിക്കി ബോംബ് ഇട്ടേക്കാണ്. ഇനി നമുക്ക് അതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ, സിമിയോന്റെ ഷോറൂമിന്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായിക്കാം. നമുക്കിനി അടുത്തത് ബെന്നിയുടെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. അവന്റെ വർക്ക്ഷോപ്പിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാവും. എന്നാലും ബെന്നി എന്തിനാണോ അങ്ങനെ ചെയ്തത്? ഞാനിവിടെ പുതിയ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തില്ലേ, അതുകൊണ്ട് ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ ഒരാളും കയറുന്നില്ല. അതും കരുതിയിട്ട് എന്നെ കൊല്ലാണോ ചെയ്യണേ? ഇതൊരു ബിസിനസ്സാണ്. ബിസിനസ്സിൽ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും. അതും കരുതിയിട്ട് ഒരാളെ കൊല്ലാൻ പറ്റുമോ? ഒരു മിനിറ്റ്, ഡ്രൈവർ നമ്മളെ വിളിക്കണ്ടല്ലോ. എടാ ഫ്രാങ്ക്ലിനെ, വീണ്ടും പണി കിട്ടി. നമ്മുടെ കയ്യിൽ ഒരു ഗോൾഡൻ ബുഗാട്ടി ഉണ്ടായിരുന്നില്ലേ, അത് ആരോ അടിച്ചു മാറ്റി. ആരടിച്ചു മാറ്റിയെന്ന് എനിക്കറിയില്ല.
ആ ബെസ്റ്റ്. ഒരു പ്രശ്നം കഴിഞ്ഞോളൂ, അപ്പോഴേക്കും അടുത്തത് വന്നു. എന്നാലും ഡ്രൈവറെ, ആ വണ്ടി ആരാടെ അടിച്ചു മാറ്റിയേ? നീ എപ്പോ എവിടെയായിരുന്നു? ഞാനൊന്നും മുള്ളാൻ പോയതാ. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ വണ്ടി കാണാനില്ല. എങ്ങോട്ടാണ് അത് പോയത്? എടാ ഡ്രൈവറെ, നീ ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആ വണ്ടി ഇപ്പോൾ എവിടെ പോയാലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ആ വണ്ടിയിലേ ഞാൻ GPS വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടിയുടെ ലൊക്കേഷൻ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. അല്ലടാ ഫ്രാങ്ക്ലിനെ, നിനക്കെന്താ പറ്റിയേ? മേത്തൊക്കെ ആകെ ചോരയാണല്ലോ. ആടാ ഡ്രൈവറെ, അതൊക്കെ വലിയ കഥയാ, ഞാൻ പിന്നെ പറയാം. ആദ്യം ഞാൻ ആ വണ്ടിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നോക്കട്ടെ. ആടാ ഡ്രൈവറെ, എനിക്ക് ആ വണ്ടിയുടെ ലൊക്കേഷൻ കിട്ടി. വേറെ ആരൊന്നല്ല, നമ്മുടെ ലോസ് ആൻഡോസിലെ കസ്റ്റംസ് ഇല്ലേ, അവിടുത്തെ ഡാവാണ് വണ്ടി അടിച്ചു മാറ്റിയേ. എന്നാലും അയാൾ എന്തിനാ എൻ്റെ വണ്ടി അടിച്ചു മാറ്റിയേ? ഇനിയിപ്പോൾ അയാളുടെ വർക്ക്ഷോപ്പിൽ ഒരാളും കയറുന്നില്ലേ? ഇനി അതിൻ്റെ പേരിലാണോ എൻ്റെ വണ്ടി അടിച്ചു മാറ്റിയേ? ഞാൻ ഈ വർക്ക്ഷോപ്പ് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടല്ലോ, അപ്പോഴേക്കും 100 കൂട്ടം പ്രശ്നങ്ങളായി. നമുക്കിപ്പോൾ ഏതായാലും ഒരു കാര്യം ചെയ്യാം, നേരെ ലോസ് ആൻഡോസ് കസ്റ്റംസിൽ പോവാം. ഇന്ന് അയാളുടെ കാര്യത്തിലും ഒരു തീരുമാനമാവും. ഓക്കെ, ഇവിടെ ഞാൻ ലോസ് ആൻഡോസ് കസ്റ്റംസിലേക്ക് എത്തേക്കാണ്. ഡോ, ആ വണ്ടി അങ്ങ് മര്യാദയ്ക്ക് എനിക്ക് തന്നേക്ക്, അതായിരിക്കും നിനക്ക് നല്ലത്. ഞാൻ ഈ വണ്ടിയൊന്നും നിനക്ക് തരാൻ പോണില്ല. നീ കാരണം എൻ്റെ വർക്ക്ഷോപ്പിൽ ഒരാൾ പോലും കയറുന്നില്ല. എടാ, ഇത് ബിസിനസ്സാടാ, കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും. അതും കരുതിയിട്ട് നീ ഇപ്പം തന്നെ വണ്ടി അടിച്ചു മാറ്റാൻ നോക്കണേ. നേരത്തെ ബെന്നി എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അത് ശരി, അങ്ങനെയാണോ? എന്താ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു റേസ് വയ്ക്കാം. അതിൽ ആരാ ജയിക്കാന്ന് നമുക്ക് നോക്കി നോക്കാം. നീ ആ റേസിൽ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ദേ ഈ കാണുന്ന വർക്ക്ഷോപ്പില്ലേ അത് പൂട്ടിപ്പോവും. അഥവാ ഞാൻ ഈ റേസിൽ ജയിക്കുകയാണെങ്കിൽ നീ നിന്റെ വർക്ക്ഷോപ്പ് പൂട്ടിപ്പോണം. എന്ത്? ആടാ, ചലഞ്ച് അക്സെപ്റ്റഡ്. ഈ റേസിലിപ്പോൾ ഏതായാലും ഞാൻ തന്നെ ജയിക്കാൻ പോണേ. 20 minutes later. ഓക്കെ, ഇവിടെ അങ്ങനെ റേസൊക്കെ സ്റ്റാർട്ട് ആയിക്കാണ് കേട്ടാ. അയാൾ കൊണ്ടുവന്ന വണ്ടി കണ്ടില്ലേ? ഏതോ പഴയ കാലത്തൊരു വണ്ടി കൊണ്ടുവന്നേക്കണ്. ഇത് വെച്ചിട്ട് ഈ റേസ് ജയിക്കാൻ പറ്റണാവോ? വലിയ കാര്യമായിട്ട് ചാലഞ്ച് ചെയ്തതാ. അയ്യോ, അയാൾ നല്ല സ്പീഡിൽ പോകണ്ടല്ലോ. നമുക്ക് എങ്ങനെയെങ്കിലും അയാളെ വെട്ടിക്കണം. അയാൾ ഈ റേസ് ജയിച്ചു കഴിഞ്ഞ പ്രശ്നാ. ഇല്ലെങ്കിൽ എൻ്റെ വർക്ക്ഷോപ്പില്ലേ പൂട്ടി പോണ്ടി വരും. അങ്ങനെ വരാൻ പാടില്ല. ഏയ്, എന്നാലും ഇത് എന്ത് സ്പീഡിലാണ് പോണേ? ഓക്കെ, അയാൾ അവിടെ സ്ലോ ചെയ്തേക്കാണ്. നമ്മളങ്ങനെ നൈസായിട്ട് ഓവർടേക്ക് ചെയ്തു. ലെറ്റ്സ് ഗോ. ഇത് പിന്നെ ഒരു സ്ട്രീറ്റ് റേസ് ആണ്. ഇയാൾ ഒന്നിട്ട് ചെയ്യണത് വഴിന്ന് മാറടാ. വഴിന്ന് മാറിയില്ലെങ്കിൽ വഴിന്ന് മാറ്റും. ആ അത്രേ ഉള്ളൂ. ഇത് പിന്നെ സ്ട്രീറ്റ് റേസ് ആയതുകൊണ്ട് ബാക്കിയുള്ള വണ്ടിക്കാരൊന്നും വഴിന്ന് മാറില്ലേ. അതിപ്പോ സീനൊന്നുമില്ല. എന്തൊക്കെയായാലും നമ്മൾ ഈ റേസ് ജയിക്കും. മറ്റാളെ ഇവിടെ കാണാനില്ല ചേട്ടാ. അയാൾ എങ്ങോട്ടാണ് പോയേ? ഒരു പഴയ കാലത്തെ വണ്ടിയും കൊണ്ടാ വന്നേക്കണ്. എങ്ങനെ റേസ് ജയിക്കാനാ? എൻ്റെ കയ്യിൽ ഇരിക്കണത് ബുഗാട്ടിയാ. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ ഫൈനലി ഈ റേസ് ജയിച്ചേക്കാണ് കേട്ടാ. എൻ്റെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഗ്ലാസ്സൊക്കെ പൊളിഞ്ഞു. ആ സീനില്ലേ, അത് ഡ്രൈവർ റിപ്പയർ ചെയ്തോളൂ. അല്ല, അയാൾ അവിടെ പോയേ കാണാനില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? വർക്ക്ഷോപ്പ് പൂട്ടി പോലെ? ശരി, അപ്പോൾ നിന്നെ ഞാൻ വല്ലാണ്ട് അങ്ങ് മിസ് ചെയ്യും. എന്താ ചെയ്യാ, പറ്റണ പണിക്ക് നിന്നാൽ മതിയായിരുന്നു. സാരില്ല.